ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ ഇന്ത്യയിലെ ഏറ്റവും മതഭ്രാന്ത് പിടിച്ച വിവരം ലെവലേശമില്ലാത്ത ഒരു ജീവിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അധികം താമസിയാതെ ആസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതോടുകൂടി അയാളുടെ സർവ്വ നിയന്ത്രണവും വിട്ടുപോയിരിക്കുകയാണ്. മുസ്ലിമുകൾക്കെതിരെ അയാൾ ചീറ്റുന്ന വിഷത്തിന് യാതൊരു പരിധിയുമില്ല. എന്നാൽ ഇന്ത്യയിലെ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളും പ്രധാനമന്ത്രി എന്ന് പറയുന്ന മോദിയും ഇയാൾ പറയുന്ന ഭ്രാന്തൻ വാക്കുകൾക്കെതിരെ, ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തികൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയുള്ള ഇയാളുടെ ഒരു പോസ്റ്റ് വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കാൻ കാരണമായേനെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ, ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇത്രയും ഭ്രാന്തമായ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണം എന്ന് അഭിപ്രായപ്പെടുന്ന മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് സംശയമാണ്. മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിപ്പിക്കുന്ന അയാളുടെ ഈ പോസ്റ്റിനെ കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. എന്നെ കാണുന്ന നിങ്ങളിൽ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഏതൊരു രാജ്യത്തിൻ്റെയും വിജയത്തിന്, മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യം ആ രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള സഹിഷ്ണുതയും സഹകരണവുമാണ്. എന്നാൽ മോദിയുടെ കീഴിൽ രാജ്യത്തെ ജനങ്ങളിൽ വലിയൊരു വിഭാഗം സമ്പൂർണ്ണ മതഭ്രാന്തരായി തീർന്നിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനകളാണ് പ്രധാനമന്ത്രി എന്ന് പറയുന്ന മോദി ഉൾപ്പെടെയുള്ള BJP എന്ന് പറയുന്ന ക്രിമിനൽ കൾട്ടിലുള്ള എല്ലാവരിൽ നിന്നും വരുന്നത്. ആസാമിലെ തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി ഇവരുടെ ഇടയിലെ ഏറ്റവും വിഷം മാത്രം തുപ്പുന്ന, മനുഷ്യൻ എന്ന് പോലും വിളിക്കാനാവില്ലാത്ത ആസാം മുഖ്യമന്ത്രി ഹിമന്ത വിശ്വ ശർമ്മ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടാണ് മുസ്ലിമുകൾക്കെതിരെ ദിനം പ്രതി വിഷം ചീറ്റുന്നത്. അടുത്ത കാലത്തുള്ള അയാളുടെ ചില പ്രസ്താവനകളാണ്: മുസ്ലിം ഓട്ടോ ഡ്രൈവർമാർ 5 രൂപ കൂലി ചോദിച്ചാൽ 4 രൂപ മാത്രമേ കൊടുക്കാവൂ, അതുവഴി അവരെ ഭയപ്പെടുത്തി നിർത്തണം. മുസ്ലിങ്ങൾക്ക് എത്രമാത്രം പ്രശ്നമുണ്ടാക്കാമോ അത്രമാത്രം പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണം. എന്നാൽ ഇയാൾ മുസ്ലിങ്ങൾക്കെതിരെ ദിനം പ്രതി വിഷം ചീറ്റുന്നത് കണ്ടതോ കേട്ടതോ ആയി ഇന്ത്യയിലെ സുപ്രീം കോടതി പോലും നടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്ര ഭയാനകമാണ് രാജ്യത്തിന്റെ അവസ്ഥ എന്ന് ഓർക്കണം. BJPയുടെ ഔദ്യോഗിക ആസാം എക്സ് ഹാൻഡിൽ ട്വീറ്റ് ചെയ്തതാണ് ഇത്. ഓർക്കണം, ഏതോ പാർട്ടി പ്രവർത്തകനോ ബജരംഗ് ദളിന്റെ പ്രവർത്തകനോ അല്ല ഇങ്ങനെ പോസ്റ്റ് ചെയ്തത്. രാജ്യം ഭരിക്കുന്ന BJPയുടെ, ആസാം സംസ്ഥാനം ഭരിക്കുന്ന BJPയുടെ ഔദ്യോഗിക ഹാൻഡിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ. പോയിന്റ് ബ്ലാങ്ക് ഷോട്ട് എന്ന ക്യാപ്ഷനോടെയാണ് അവർ യാതൊരു മടിയും കൂടാതെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ മുസ്ലിങ്ങളെ ആസാം മുഖ്യമന്ത്രി നിഷ്കരണം വെടിവെച്ച് കൊലപ്പെടുത്തുന്ന വീഡിയോ. ആ ഷോട്ട് ചെന്ന് പതിക്കുന്ന സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് കണ്ടോ? നോ മേഴ്സി, യാതൊരു കരുണയും പാടില്ല. യാതൊരു കരുണയും കൂടാതെ, യാതൊരു സങ്കോചവുമില്ലാതെ മുസ്ലിങ്ങളെ പോയിന്റ് ബ്ലാങ്ക് റേഞ്ചിൽ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന ആസാം മുഖ്യമന്ത്രി. സോഷ്യൽ മീഡിയയിലെല്ലാം ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് അരങ്ങേറിയത്. എന്നിട്ടും ഈ പോസ്റ്റ് പിൻവലിക്കുവാൻ പോലും അവർ തയ്യാറായില്ല. അങ്ങനെ പോസ്റ്റ് ചെയ്തിട്ട് 48 മണിക്കൂർ കഴിഞ്ഞിട്ടും രാജ്യത്തെ ഒരു കോടതിയും ഇത് കണ്ടതായി നടിച്ചില്ല. സുപ്രീം കോടതി സുമോട്ടോ കേസ് എടുക്കേണ്ടതായിരുന്നു. ഏതെങ്കിലും നിയമവ്യവസ്ഥയുള്ള രാജ്യത്തായിരുന്നെങ്കിൽ ഇയാൾക്കെതിരെ UAPA ചുമത്തി ആജീവനാന്തം ജയിലിൽ അടയ്ക്കേണ്ടതാണ്. മോദിയുടെ നോൺ ബയോളജിക്കൽ രാജ്യത്തൊഴികെയുള്ള ലോകത്തെ മറ്റേതൊരു രാജ്യത്തും ശരിയായ ഇലക്ഷൻ കമ്മീഷനുള്ള രാജ്യത്താണെങ്കിൽ ഉടനെ തന്നെ ഇയാളെ ആജീവനാന്തം ഇലക്ഷന് മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കേണ്ടതായിരുന്നു. രാജ്യത്ത് ഒരു യഥാർത്ഥ പ്രധാനമന്ത്രി ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ BJP എന്നല്ല, BJPയുടെ സഖ്യകക്ഷികളായ ഒരു കക്ഷികളിൽ നിന്ന് പോലും ഇതിനെതിരെ ഒരു പ്രതികരണവും വന്നില്ല. ഇത് പോസ്റ്റ് ചെയ്തിട്ട് 10 മണിക്കൂറായിട്ടും ഇത്രയേറെ പ്രതിഷേധ സ്വരം ഉയർന്നിട്ടും അവർ അത് ഡിലീറ്റ് ചെയ്യാൻ പോലും തയ്യാറായില്ല. പ്രധാനമന്ത്രി എന്ന് പറയുന്ന മോദി ഈ സമയത്ത് മുസ്ലിം രാജ്യമായ മലേഷ്യയിൽ ചെന്ന് മലേഷ്യയുടെ പ്രധാനമന്ത്രി തൻ്റെ സഹോദരനാണ് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയാണ്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളെ യാതൊരു ദാക്ഷിണ്യവും കൂടാതെ കൂട്ടക്കൊല ചെയ്യണമെന്ന് അയാളുടെ മുഖ്യമന്ത്രി പരസ്യമായി ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു. മോദി അതേസമയം മുസ്ലിം രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ പ്രധാനമന്ത്രിമാരെയും ഷെയ്ഖുമാരെയും പണക്കാരായ മുസ്ലിങ്ങളെയും കെട്ടിപ്പിടിച്ച് എൻ്റെ സ്വന്തം സഹോദരനാണ്, അപ്പനാണ്, അമ്മയാണ് എന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നു.
രാജ്യത്തെ ചരിത്രകാരന്മാരിൽ ഏറ്റവും പ്രമുഖനായ അശോക് കുമാർ പാണ്ഡെ ഇതിനെതിരെ എഴുതിയത് ഇങ്ങനെയാണ്: ഇതിനെതിരെ സൂമോട്ടോ കേസെടുക്കാൻ ഈ രാജ്യത്ത് ഒരു സുപ്രീം കോടതി ഉണ്ടോ? രാജ്യത്തെ ഗോദി മീഡിയകളൊന്നും ഇത് കണ്ടതായി പോലും നടിച്ചില്ല. രാഹുൽ ഗാന്ധി എന്തെങ്കിലും പറഞ്ഞാൽ അതിനെതിരെ അവർ മാസങ്ങളോളം പ്രൈം ടൈമിൽ ഡിബേറ്റ് നടത്തും. എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണം എന്ന് പരസ്യമായി പോസ്റ്റ് ചെയ്തതിനെതിരെ ഒരക്ഷരം ശബ്ദിച്ചില്ല. അങ്ങനെയൊന്ന് നടന്നതായി പോലും അവർ ഭാവിച്ചില്ല. സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷൺ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് ഇങ്ങനെയാണ്: സുപ്രീം കോടതി ഇതിനെതിരെ സൂമോട്ടോ കേസെടുക്കുകയും ഇത് പോസ്റ്റ് ചെയ്യാൻ കാരണക്കാരായ BJPയുടെ ഭാരവാഹികൾക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണം. ഇത് വളരെ സീരിയസ് ആയ ക്രിമിനൽ കുറ്റമാണ്. ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടി ഭാരവാഹികൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റ് ചെയ്താൽ അവരെ UAPAയുടെ കീഴിൽ, അതായത് തീവ്രവാദ വിരുദ്ധ നിയമത്തിന്റെ കീഴിൽ ജയിലിൽ അടച്ചേനെ. 100% ശരിയാണ്. ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഇത്തരത്തിൽ വേണ്ട എന്തെങ്കിലും ഒഫൻസീവായ ഒരു കാര്യം പറഞ്ഞാൽ അവർ പിന്നെ ആജീവനാന്തം ജയിലിൽ ആയിരിക്കും. അങ്ങനെയുള്ള 100 കണക്കിന് സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇത് പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും രാജ്യത്തെ മീഡിയകൾ ഇതൊന്നും കണ്ടില്ലെന്ന് അടിച്ചു. 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരേ ഒരു മീഡിയ, ഇന്ത്യ ടുഡേ, ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് കൊടുത്തു എന്ന് വരുത്തി. അവരുടെ വാർത്ത ഇതാണ്: ഫാസിസത്തിന്റെ മുഖം. പ്രതിപക്ഷ പാർട്ടികൾ ഹിമന്ത വിശ്വ ശർമ്മയുടെ പോയിന്റ് ബ്ലാങ്ക് വീഡിയോയ്ക്കെതിരെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന്. അതായത് പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് എന്ന് വാർത്ത കൊടുത്തു. പിന്നെ ഒരു സെന്റൻസ് താഴെ എഴുതിയിട്ടുണ്ട്: മുസ്ലിമുകൾക്കെതിരെ വെടിവെക്കുന്ന വീഡിയോ പരക്കെ പ്രതിഷേധം ഉണ്ടാക്കുകയും സംസ്ഥാനമെമ്പാടും രാഷ്ട്രീയ എതിർപ്പ് ഉണ്ടാക്കുകയും ചെയ്തു എന്ന്. 10 മണിക്കൂറോളം വളരെയേറെ ആളുകൾ ഇതിനെതിരെ ശബ്ദിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടും അത് ഡിലീറ്റ് ചെയ്യാൻ തയ്യാറാവാത്ത അവർ 10 മണിക്കൂറിന് ശേഷം മാത്രമാണ് അത് ഡിലീറ്റ് ചെയ്യാൻ എങ്കിലും തയ്യാറായത്. ഒരു ക്ഷമ പറയുക പോലും ചെയ്യാൻ അവർ മെനക്കെട്ടില്ല. എന്നാൽ ഇത്തരം അതീവ നിന്ദ്യമായ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യണം എന്ന് പരോക്ഷമായി ആഹ്വാനം ചെയ്യുന്ന ഒരു പോസ്റ്റ്, അതും ഭരിക്കുന്ന പാർട്ടിയുടെ ഔദ്യോഗിക ഹാൻഡിലിൽ നിന്ന് വരുമ്പോൾ ഒരു ക്ഷമയും അതിന് പരിഹാരമാവില്ല. ഇയാൾക്കെതിരെ തീവ്രവാദ വിരുദ്ധ നിയമമായ UAPA ചാർത്തി സുപ്രീം കോടതി കേസെടുത്ത് ഇയാളെ ആജീവനാന്തം ജയിലിൽ അടച്ചില്ലെങ്കിൽ ഇന്ത്യയിൽ യാതൊരു നിയമവ്യവസ്ഥയും ഇല്ല എന്ന് 100% ഉറപ്പിക്കാം. അതുപോലെ ഇലക്ഷൻ കമ്മീഷൻ ഇയാളെ ആജീവനാന്തം ഏതെങ്കിലും തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിൽ നിന്ന് ഉടനടി വിലക്കുകയും ചെയ്യേണ്ടതാണ്. 1% മര്യാദയും അന്തസ്സും സഭ്യതയും മനസാക്ഷിയും ഉണ്ടെങ്കിൽ മോദി ഇയാളെ ആജീവനാന്തം പാർട്ടിയിൽ നിന്ന് ഉടനടി പുറത്താക്കണം. ഒരുപക്ഷെ ഇത്രയേറെ പ്രതിഷേധസ്വരം ഉയർന്നതിനാൽ മാത്രം സുപ്രീം കോടതി എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു കേസെടുത്തേക്കാം. പേരിന് അങ്ങനെയൊന്ന് ചെയ്തെന്ന് വരുത്തുന്നതല്ലാതെ ഇയാൾക്കെതിരെ മറ്റൊരു നടപടിയും പ്രതീക്ഷിക്കേണ്ട. മോദി ഇത് കണ്ടതോ കേട്ടതോ ആയി പോലും നടിക്കുകയില്ല എന്ന് 100% ഉറപ്പാണ്. അതുപോലെ മന്ദഭക്തരിൽ ഒരാൾക്ക് പോലും ഇത് തെറ്റാണ് എന്ന് തോന്നുകയില്ല. മറിച്ച് ഇത് വളരെ നന്നായി എന്നേ അവർ വിചാരിക്കുകയുള്ളൂ. ഒരുപക്ഷെ അവർ അത് പരസ്യമായി പറയുക പോലും ചെയ്യും. മോദിയുടെ കീഴിൽ ഇന്ത്യ ഒരു പരിപൂർണ ഭ്രാന്ത് പിടിച്ച രാജ്യമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെയേറെ സംയമനത്തോടെ മാത്രം പോസ്റ്റ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.